നമുക്കിപ്പോ ഈ മുഖക്കുരു സർവ്വസാധാരണമായിട്ട് എല്ലാവരുടെ മുഖത്തും ഇപ്പൊ പിമ്പിൾസ് ഉണ്ട്. അപ്പൊ അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അപ്പം എന്താണ് മുഖക്കുരു എന്നുള്ളത് നോക്കാം. നമ്മുടെ ത്വക്കിനെയും അതുപോലെ തന്നെ നമ്മുടെ തലമുടി, രോമം ഇതിനെല്ലാം ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ അല്ലെങ്കിൽ ഇതിനെ മോയിസ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ രോമകൂപങ്ങളുടെ അടുത്ത് സെബേഷ്യസ് ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രന്ഥിയിൽ നിന്നും സെബം അല്ലെങ്കിൽ ഒരു ഓയില് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സെബത്തിന്റെ ചില അവസരങ്ങളിൽ ഈ ഒരു സെബത്തിന്റെ പ്രൊഡക്ഷൻ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് മൃതകോശങ്ങൾ ആയി കഴിയുമ്പോൾ നശിച്ചു പോയി കഴിയുമ്പോഴത്തേനും അതിന്റെ മൃതകോശങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഈ ഒരു രോമകൂപങ്ങൾ ചില സമയത്ത് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് കോംഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് എന്നൊക്കെ വിളിക്കും. അപ്പം ഇത്തരത്തിലുള്ള വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ആണ് മുഖക്കുരുവിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ അടഞ്ഞു പോയ രൂപങ്ങളുടെ ഭാഗത്ത്, അതായത് ഈ കോംഡൻസിന്റെ ഭാഗത്ത് ചിലപ്പോ ബാക്ടീരിയ, സ്കിന്നിൽ തന്നെ കാണുന്ന പ്രൊപ്പിയോണി ബാക്ടീരിയ പോലെയുള്ള ബാക്ടീരിയകൾ വന്ന് ഇൻഫെക്ട് ചെയ്യും. അതൊരു ചെറിയ നീർക്കെട്ട് ഉണ്ടാക്കും. അങ്ങനെ ചെറിയ ചെറിയ കുമിളകൾ പോലെ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ മുഖക്കുരു എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉണ്ടാകാനായിട്ട് അനേകം കാരണങ്ങളുണ്ട്. ഏറ്റവും മെയിൻ കാരണം ഒന്നെങ്കിൽ ഈ സെബത്തിന്റെ പ്രൊഡക്ഷൻ കണ്ടമാനം കൂടുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ സ്കിന്നിന്റെ കോശങ്ങൾ കൂടിയ അളവിൽ നശിച്ചു പോകുന്നു. ഇതൊക്കെയാണ്. അപ്പോ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു 13-14 വയസ്സ് കഴിയും, അതായത് ഒരു മച്യൂരിറ്റി ആകാറാകുമ്പോഴത്തേക്കിനുമാണ് കൂടുതലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഈ ഒരു മുഖക്കുരു കണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള പ്രായങ്ങളിൽ ഒരു 20 വയസ്സിലും 30 വയസ്സിലും ഒക്കെ ചിലപ്പോൾ മുഖക്കുരു ഉണ്ടായെന്ന് വരാം. അപ്പൊ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് എന്താണ്? ഈ ഒരു പ്യൂബർട്ടി എത്താറാവുമ്പോൾ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്, അവരുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിൽ പ്രധാനിയാണ് ആൻഡ്രജൻ എന്ന് പറയുന്ന ഹോർമോൺ. ഈ ഹോർമോൺ നമ്മുടെ സെബേഷ്യസ് ഗ്രന്ഥിയെ ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും, ഉത്തേജിപ്പിക്കും. അപ്പം സെബത്തിന്റെ പ്രൊഡക്ഷൻ കൂടും. അതാണ് ഈ ഒരു സമയത്ത് മുഖക്കുരു കണ്ടമാനം കൂടാനുള്ള സാധ്യതയിൽ ഒന്നാമത്തെ കാര്യം. പിന്നെ അതുകൂടാതെ ചിലപ്പോൾ ഹെറിഡിറ്റി ഒരു കാരണമാകാറുണ്ട്. അതായത് നമ്മുടെ പേരൻസിനോ അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങൾക്കോ ഒക്കെ മുഖക്കുരു ഉണ്ടാകുന്ന ഒരു പ്രവണത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലൊക്കെ മുഖക്കുരു ഉണ്ടായി എന്ന് വരാം. പിന്നെ ചില ഹോർമോൺ ഡിഫക്റ്റുകൾ മൂലം, അതായത് ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ മൂലം, തൈറോയ്ഡ് ഒരു രോഗം, അതുപോലെ തന്നെ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ PCOD പ്രശ്നങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയോട് ബന്ധപ്പെട്ടിട്ടുള്ള സമയത്ത്, പീരീഡ്സിനോട് അടുത്തുള്ള സമയത്തൊക്കെ ചിലപ്പോൾ ഹോർമോണിന്റെ വ്യതിയാനം നല്ല രീതിയിൽ ഉണ്ടാകലുണ്ട്. ആ ഒരു സമയത്ത് മുഖക്കുരു കണ്ടുവരാറുണ്ട്. ഇതിന്റെയൊക്കെ ലക്ഷണങ്ങളായിട്ട് മുഖക്കുരു വരാറുണ്ട്. പിന്നെ ചില ആളുകൾക്ക് സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് അവർ ഉപയോഗിക്കുന്ന ചില ക്രീമുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവർ മുഖത്ത് ഉപയോഗിക്കുന്ന ചില കോസ്മെറ്റിക് സാധനങ്ങളുടെ, തലയിൽ ഉപയോഗിക്കുന്ന ഡൈയുടെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ മുഖക്കുരു ഉണ്ടായെന്ന് വരാം. തലയിൽ താരനുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുഖക്കുരു ഉണ്ടായെന്ന് വരാം. പിന്നെ ചിലപ്പോൾ ക്ലൈമറ്റിൽ വരുന്ന, കാലാവസ്ഥയിൽ വരുന്ന ചെറിയ ചില മാറ്റങ്ങൾ മുഖക്കുരുവിന് കാരണം ആയി എന്ന് വരാം. പിന്നെ ഭക്ഷണത്തിൽ വരുന്ന ചില വ്യതിയാനങ്ങൾ, പിന്നെ അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഉറക്കത്തിന്റെ പാറ്റേണിൽ മാറ്റം വന്നാൽ പോലും ചിലപ്പോൾ മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുഖക്കുരു ഉണ്ടാകാനുള്ള ടെൻഡൻസി എങ്ങനെ കുറയ്ക്കാം? അപ്പം മുഖക്കുരു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ മുഖക്കുരു ഉണ്ടാകാൻ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം മുഖം ക്ലീൻ ആക്കി വെക്കാത്തതാണ്. അപ്പം അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്നത് നല്ലതാണ്. ശുദ്ധജലത്തിൽ കഴുകിയാൽ മതി. അപ്പൊ 2-3 തവണയൊക്കെ മുഖം കഴുകാം. വേണമെന്നുണ്ടെങ്കിൽ വളരെ വീര്യം കുറഞ്ഞൊരു സോപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറുപയറിന്റെ പൊടി, കടലയുടെ പൊടിയൊക്കെ ഉപയോഗിച്ച് മുഖം കഴുകുന്നത് നല്ലതാണ്. പിന്നെ മുഖത്ത് മുഖക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇടയ്ക്കിടയ്ക്ക് പോയി തൊടാതിരിക്കുക. കാരണം തൊട്ട് കഴിഞ്ഞ് അത് പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ളിലുള്ള ബാക്ടീരിയ ഒക്കെ മുഖത്ത് ബാക്കിയുള്ള ഭാഗത്തേക്ക് സ്പ്രെഡ് ആക്കാനും അവിടെയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും അങ്ങനെ അവിടെയൊക്കെ മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ 2 കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് ഒഴിവാക്കുക. പിന്നെ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും മുഖം കഴുകണം. പിന്നെ നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്ന ക്രീമുകളൊക്കെ ഓയിൽ ബേസ്ഡ് അല്ലാത്തത്, അതായത് വാട്ടർ ബേസ്ഡ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ എന്തെങ്കിലും സാധനത്തിനോടൊക്കെ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഒഴിവാക്കുക.
പിന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായിട്ടും പഴങ്ങൾ, പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ്, അതുപോലെ തൈര് വളരെ നല്ലൊരു ഭക്ഷണ സാധനമാണ് ഇത്തരത്തിലുള്ള മുഖക്കുരുവിനെയൊക്കെ ഒന്ന് മാറ്റിക്കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം ഭക്ഷണ സാധനങ്ങളൊക്കെ കൂടുതൽ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഡയറ്റും ഈ മുഖക്കുരുവായിട്ട് വലിയ ബന്ധമില്ല, പക്ഷെ ഇത്തരം സാധനങ്ങൾ മുഖത്തിനെയും നമ്മുടെ ശരീരത്തിനെയും എല്ലാം ക്ലിയർ ചെയ്യുന്നതോടൊപ്പം മുഖക്കുരുവിലും മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ വൈറ്റമിൻ സി കൂടുതൽ അളവിലുള്ള ഓറഞ്ച്, നാരങ്ങ, പിന്നെ നെല്ലിക്ക പോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് നമ്മുടെ മുഖത്തിന് കൂടുതൽ തെളിമയുള്ളതും തിളക്കമുള്ളതും അതുപോലെ തന്നെ മുഖക്കുരു വരുന്ന ടെൻഡൻസി കുറയ്ക്കാനും ഒക്കെ സഹായിക്കാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് മുഖക്കുരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടും പിന്നെ നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേൺ ഒക്കെ റെഡി ആക്കിയിട്ടും മുഖക്കുരു വീണ്ടും കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹോർമോണിന്റെ എന്തെങ്കിലും ഒരു ഇംബാലൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അണ്ടർലൈൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് അതിന് ട്രീറ്റ്മെന്റ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടില്ല. അപ്പൊ ഹോമിയോപ്പതിയിൽ നമുക്ക് മുഖക്കുരുവിനായാലും മറ്റ് രോഗങ്ങൾക്കായാലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. തണുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് മുഖക്കുരു ഉണ്ടാക്കും. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറ്റ് ഒരു മുഖക്കുരുവുമായിട്ട് ഒരു ബന്ധമുള്ളതായിട്ട് ഇതുവരെ പഠനങ്ങളൊന്നും തെളിയിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മുട്ട കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മുഖക്കുരു വരികയൊന്നുമില്ല. പിന്നെ പക്ഷേ അധികം മധുരമടങ്ങിയ പലഹാരങ്ങൾ, അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, ലഡു, മിഠായി പോലെയുള്ള അല്ലെങ്കിൽ ഐസ്ക്രീം പോലെയുള്ളതൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖക്കുരു വരുന്നതായിട്ട് ആൾക്കാർ പറയാറുണ്ട്. അത്തരം സാധനങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുഖക്കുരു വരാനുള്ള ടെൻഡൻസി കുറയുന്നതായിട്ടും ആൾക്കാർ നമ്മുടെ പേഷ്യൻസ് ആണെങ്കിലും അനുഭവം പറയാറുണ്ട്.